ഓല അമിഗോസ്. അപ്പോൾ ദേ ഞാൻ ആദ്യം ഒരു ഓണം സെലിബ്രേഷന് പോവുകയാണ്. നമ്മുടെ ബാഴ്സ ഫാമിലിയുടെ കൂടെ ഒരു കുട്ടി ഓണം സെലിബ്രേഷൻ. നമ്മൾ ടിങ്കുവിൻ്റെയും നിഷാജിൻ്റെയും വീട്ടിലാണ് കേട്ടോ കൂടിയിരിക്കുന്നത്. ഓണം വൈബ് എന്തായാലും ഒന്ന് ഒരുങ്ങി സെറ്റ് മുണ്ടും സെറ്റ് സാരിയൊക്കെ എടുത്ത് നല്ല അടിപൊളിയാണല്ലോ. അപ്പോൾ അതുപോലെ ഒന്ന് ചെറുതായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടിൽ നമ്മൾ കസിൻസിൻ്റെ കൂടെയൊക്കെ കൂടുമ്പോൾ ഇതുപോലെ എല്ലാവരും സെറ്റ് സാരിയോ അല്ലെങ്കിൽ ഇതുപോലെ പട്ടുപാവാടയൊക്കെ ഇട്ട് ഒരുങ്ങി കുറേ ഫോട്ടോസായിരുന്നു അന്നൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴൊക്കെ കുറേയൊക്കെ വീഡിയോസാണല്ലോ ഇതുപോലെ വ്ളോഗൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. പെപ്പച്ചനെ പിന്നെ പാമ്പർ ചെയ്യാൻ നല്ല രസമാണല്ലോ. അത് കാരണം കുട്ടികളൊക്കെ നല്ലോണം പാമ്പർ ചെയ്യണതും അവനും അതങ്ങോട്ട് രസിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. മലയാളി അസോസിയേഷൻ നടത്തിയിരിക്കുന്ന ഓണം സെലിബ്രേഷന് തൊട്ട് നെക്സ്റ്റ് വീക്കാണ് ഞങ്ങളിതുപോലെ ആദ്യം ഒരു ഓണം സെലിബ്രേഷൻ വെച്ചത്. ഈ സെലിബ്രേഷനുള്ള മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഗസ്റ്റ് മാസം നമ്മൾ കുറച്ച് പേര് നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അത് കാരണം എല്ലാവരും കൂടിയിട്ടുള്ളൊരു ഗെറ്റ് ടുഗെദർ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞങ്ങളിങ്ങനെ ഓരോ ഗെറ്റ് ടുഗെദർ വയ്ക്കുമ്പോഴും ഒരുപാട് വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. ഇവർ നാട്ടിൽ പോയപ്പോഴും ഒരു ചെറിയ ഗെറ്റ് ടുഗെദറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ വെച്ച് കിട്ടിയ കുറേ ബോംബുകളൊക്കെ ഇവിടെ ആൻ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻ കാര്യമായിട്ട് അത് പ്ലാൻ ചെയ്തിട്ടാണ് പൊട്ടിച്ചത്. പക്ഷെ പൊട്ടിച്ചപ്പോൾ അത് ഞങ്ങൾ ശരിക്കും ഞെട്ടിയൊരു കഥയായിരുന്നു കേട്ടോ. ഇങ്ങനെയുള്ള ഗെറ്റ് ടുഗെദറിൻ്റെ ഇതുപോലെ ഓരോ ബോംബുകൾ പൊട്ടിക്കുന്നത് ഒരു രസമാണ്. അതിനെ പറ്റിയിട്ട് കുറേ ചിരിക്കുന്നു, സംസാരിക്കുന്നു, ചിന്തിക്കുന്നു, ഞെട്ടുന്നു. എന്തായാലും നല്ലൊരു അടിപൊളി വൈബായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഈ ഓണം സെലിബ്രേഷൻ. ഞങ്ങളുടെ ഈ ബാഴ്സ ഫാമിലി ശരിക്കും ഒരു ഫാമിലി പോലെ തന്നെയാണ്. ഞങ്ങൾ പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരൊക്കെ കൂടി ജോയിൻ ചെയ്യുന്ന പോലെയാണ് ഇവരുടെ കൂടെ കൂടുമ്പോൾ. ഞങ്ങൾക്ക് പക്ഷേ ആ ഒരു ഏജ് ഗ്യാപ്പ് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. സൈമൺ ചേട്ടൻ തൊട്ട് നവീനും മാത്തും വരെ ഞങ്ങൾ തമ്മിൽ ഒരു പ്രത്യേക ബോണ്ടുണ്ട്. അത് നമ്മുടെ ഏജ് ഗ്യാപ്പിന് ഒരുപാട് ഫില്ല് ചെയ്യാറുണ്ട് കേട്ടോ. നമ്മളെന്തായാലും കുറേ ഒരുങ്ങി കെട്ടിയതല്ലേ, കുറച്ച് ഫോട്ടോ സെഷൻ ആവാം ഇനി. ഇനി അടുത്ത പരിപാടി ഫുഡിലേക്ക് കിടക്കാം. അപ്പം നല്ല അടിപൊളി സദ്യയാണ്. ഞങ്ങളെല്ലാവരും പോട്ടിലൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ കൊണ്ടുവന്നത്. കുറച്ച് കുറേ ഐറ്റംസൊക്കെ ഓരോരുത്തരായിട്ട് എടുത്തത്. അപ്പോൾ ആദ്യം കുട്ടികളാണ് ഫുഡ് കഴിക്കാനിരുന്നത്. നമ്മുടെ ഈ കേരള പപ്പടം ഇവിടെ കിട്ടില്ല കേട്ടോ. അത് കാരണം നാട്ടിൽ നിന്ന് ഓഗസ്റ്റിൽ പോയ ആൾക്കാർ വന്നപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ പാക്കറ്റ് പപ്പടം എപ്പോഴും കൊണ്ടുവന്ന് തരും. ഞാനിപ്പോൾ നാട്ടിൽ പോയിട്ട് ഏകദേശം 2 വർഷമായി. ഈ 2 വർഷത്തിൽ ശരിക്കും ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഫുഡ് തന്നെയാണ് കേട്ടോ. നാട്ടിലെ കല്യാണ സദ്യ തന്നെയാണ് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നൊരു ഫുഡ്. അവരുടെ ആ പാലട, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കൺസിസ്റ്റൻസിയിലുള്ള പാലട കുടിക്കാനായിട്ട് ഭയങ്കര കൊതിയുണ്ടായിരുന്നു. ഇതുപോലെ ഒരു ബ്രേക്ക് എടുത്തത് ഞാൻ എനിക്ക് തോന്നുന്നു കോവിഡ് ടൈമിൽ 3 വർഷം കഴിഞ്ഞിട്ട് നാട്ടിൽ പോയപ്പോഴാണ്. ആ സമയത്ത് നാട്ടിൽ പോയപ്പോൾ ഇതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ഇമ്പോർട്ടൻസ് ഫുഡ് തന്നെയായിരുന്നു കേട്ടോ. എവിടെ പോയാലും ഫുഡിനൊരു കോംപ്രമൈസ് ഇല്ല. അപ്പോൾ ആ കോംപ്രമൈസിന് ഒട്ടും മാറ്റമില്ല. ഞാൻ ഫുഡ് നല്ല അടിപൊളിയായിട്ട് നല്ല ആസ്വദിച്ചിരുന്ന് കഴിച്ചു കേട്ടോ. അപ്പോൾ സദ്യയുടെ അവസാനത്തെ പന്തിയും കൂടിയും വിളമ്പുകയാണ് കേട്ടോ. നമ്മുടെ ഈ ബാഴ്സ ഫാമിലിയിൽ കേരളത്തിൽ നിന്ന് പല ഭാഗത്തുനിന്ന് വന്ന ആൾക്കാരാണ് കേട്ടോ. കോട്ടയം, ട്രിവാൻഡ്രം, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട് അങ്ങനെ. അപ്പോൾ നമ്മുടെ ഈ സദ്യയ്ക്ക് തന്നെ ഒരു ഫ്യൂഷൻ ടേസ്റ്റ് തന്നെയായിരുന്നു. കേരളത്തിൽ തന്നെ പല ഭാഗത്തുനിന്നും പല ടേസ്റ്റുകളാണല്ലോ സദ്യയ്ക്ക്. അപ്പം നമ്മുടെ ഫ്യൂഷൻ സദ്യ എല്ലാവരും അടിപൊളിയായിട്ട് ആസ്വദിച്ച് കഴിക്കുക തന്നെയായിരുന്നു കേട്ടോ. അതുപോലെ പെപ്പച്ചനും ഒരു ഇല ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും എല്ലാവരും നല്ല അടിപൊളിയായിട്ട് സദ്യയൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്തിരിക്കുകയായിരുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡിങ് റീൽ ചെയ്യുക എന്നുള്ളത് എല്ലാവരുടെയും പോലെ ഇവിടെയും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും പ്രാക്ടീസ് ചെയ്യാണ് നമ്മുടെ മനസ്സിലായോ പാട്ട് വെച്ചിട്ടുള്ളത്. റീലൊക്കെ എടുത്തു കഴിഞ്ഞ് ഞങ്ങളത് ഹാളിലേക്ക് ചെന്നപ്പോൾ ഈ കാഴ്ചയാണ് കണ്ടത്. എല്ലാവരും സുഖമായിട്ട് കിടന്നുറങ്ങുന്നു, റിലാക്സിങ്. പെപ്പച്ചൻ വരെ സദ്യയൊക്കെ കഴിച്ച് നല്ലൊരു ഉറക്കം പാസ്സാക്കിട്ടോ. പണിഷ്മെൻ്റ് പോലെ എല്ലാവരും പിടിച്ച് എണീപ്പിച്ച് നിർത്തിയിട്ടുണ്ട്.
ചുമ്മാ ഒരു ചെറിയൊരു ഗെയിം കളിക്കാനായിരുന്നു കേട്ടോ. പറഞ്ഞോളൂ. നമുക്ക് ഒരു ബോർഡ് കൊടുത്താലോ ഇവർക്ക് നമ്പർ ഇട്ടിട്ട്. ടിങ്കുവിൻ്റെ സാരി കളക്ഷൻസ് മുഴുവനും പുറത്തെടുത്തത് ഇവരെ കൊണ്ട് ഒരു സാരി കൊടുപ്പിച്ച് ചുമ്മാ ഒരു അലമ്പ് എന്താ പറയുക ഗെയിമും കളിച്ച്. പക്ഷേ ഇവർ നമ്മളെ സന്തോഷിപ്പിക്കാനാണോ എന്നറിയില്ല, ഇതൊക്കെ നല്ലോണം ചെയ്യുകയും ചെയ്തു കേട്ടോ. അങ്ങനെ ഒരു കുട്ടി ഓണം സെലിബ്രേഷനും കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങി. ഇത് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ വരാൻ പോകുന്നത് കുറേ കാലം കഴിഞ്ഞിട്ട് മെമ്മറീസ് ആയിട്ട് ഇങ്ങനെ പോപ്പപ്പ് വരുന്നതാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഒരുപാട് നല്ല മെമ്മറീസ് ക്യാപ്ചർ ചെയ്ത് വീട്ടിലേക്ക് മടങ്ങി കേട്ടോ. അപ്പോൾ അഡിയോസ് അമീഗോസ്.